ഇന്ന് നമ്മൾ മരിയ തോമസ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ മരിയയ്ക്ക് ന്യൂസിലൻഡിലേക്കുള്ള സ്റ്റുഡന്റ് വിസ അപ്രൂവ് ആയേക്കാണ്. മരിയ, അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഏത് കോഴ്സാണ് എടുത്തേക്കുന്നത്? ഞാൻ എടുത്തേക്കുന്നത് ഡിപ്ലോമ കമ്മ്യൂണിറ്റി ഇൻ ഹെൽത്ത് കെയർ ലെവൽ 7 കോഴ്സാണ്. കോഴ്സാണ്. ഓക്കെ, ഒരു വർഷത്തെ കോഴ്സാണോ? 1 ഇയർ കോഴ്സാണ്. ഓക്കെ. ഓക്ലൻഡിൽ ന്യൂലിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പസിൽ NSSC സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഹാപ്പിയാണോ? പിന്നെ അല്ല, ഭയങ്കര ഹാപ്പിയാ. ഓക്കെ ചേട്ടാ, എങ്ങനെയാണ് ചോയ്സ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്? നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയാണ്. പിന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചു, എൻ്റെ സംഭവം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു വന്നു. ഓക്കെ, ഇതൊരു ഹാപ്പിയാണ്? കുഴപ്പമില്ല, ഇതുവരെ നന്നായിട്ട് പോകുന്നു. എങ്ങനെയാണ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ 2018 to 2022 ബാച്ചാണ് BSc കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി രാജഗിരിയിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു ന്യൂസിലാൻഡ്. അപ്പോൾ ന്യൂസിലാൻഡാണ് പോകാൻ താല്പര്യം, വേറെ അങ്ങനെ കൺട്രികളൊന്നും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ എന്താണ് മോട്ടിവേഷൻ ഉണ്ടായത് ശരിക്കും BS നഴ്സിംഗ് കഴിഞ്ഞിട്ട്? ആക്ച്വലി ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പോൾ പോയി വർക്ക് ചെയ്യാനായിട്ടും അവിടെ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒരു സീറോ നോളജ് ആയിരുന്നു. അപ്പം എനിക്ക് ഈ കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു, ഇങ്ങനെ പോകണം, വർക്ക് ചെയ്യണം, ഇതിൽ പഠിക്കണം എന്നൊക്കെ. അങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്തു. നല്ല സപ്പോർട്ടീവൊക്കെ ആയിരുന്നു ഇവരുടെ സൈഡിൽ നിന്ന്. ട്രെയിനിങ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്പീഡപ്പ് ആക്കി തന്നു. അധികം ലാഗൊന്നും അടിച്ചില്ല. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ ന്യൂസിലേക്ക് പോകണമെങ്കിൽ IELTS അല്ലെങ്കിൽ OET, TOEFL അങ്ങനെ എക്സാം എഴുതണം. അപ്പോൾ ഏത് എക്സാമാണ് മരിയ എഴുതിയത്? ഞാനിപ്പോൾ OET ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. OET ആണ്. ഓക്കെ. അപ്പോൾ ചില സ്റ്റുഡൻസ് ഇങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട് OET സ്കോർ വെച്ചിട്ട് ന്യൂസിലേക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും കുറേ സ്റ്റുഡൻസിന് OET വെച്ചിട്ട് ന്യൂസിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ നേഴ്സസിന് ന്യൂസിലൻഡിലേക്ക് അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകണമെങ്കിൽ OSCE അതല്ലെങ്കിൽ MSc നഴ്സിംഗ് പ്രോഗ്രാമൊക്കെയാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇങ്ങനെ ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ആൻഡ് സപ്പോർട്ട് അതല്ലെങ്കിൽ അങ്ങനെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫീസും കുറവാണ്, അതേപോലെ അഫോർഡബിൾ ആണ്. അതെ, പിന്നെ ഓഫർ ലെറ്റർ ആണെങ്കിൽ പിടിയെന്ന് കിട്ടും, ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നേഴ്സസ് ഈ ഡിപ്ലോമ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അതെ. മരിയ, ചോയ്സ് ക്യാമ്പയിൻസിലേക്ക് എൻക്വയറി ചെയ്യുന്ന പാരൻസ്, സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മുടെ അടുത്ത് കേരളത്തിൽ ഒരുപാട് ഏജൻസികളുണ്ട് ചോയ്സ് ക്യാമ്പയിൻസ് അല്ലാതെ ന്യൂസിലൻഡിലേക്ക് സ്റ്റുഡന്റ് വിസ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ചോയ്സ് ക്യാമ്പയിൻസ് ത്രൂ ന്യൂസിലൻഡിലേക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് പ്രോസസ് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. മരിയയ്ക്ക് ഇന്ന് വിസ കിട്ടിയേക്കാണ്. ആ ഒരു നിലയ്ക്ക് മരിയയ്ക്കുള്ള എക്സ്പീരിയൻസ് ഒന്ന് പാരൻസിനും കാൻഡിഡേറ്റ്സിനും ഒക്കെ ഒന്ന് പറയാമോ? ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ് സാർ. ബിക്കോസ് ഇന്നാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വിസ റിസീവ് ചെയ്യുന്ന ദിവസം, അതും ത്രൂ നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസ് വഴി. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ കുറേ ഏജൻസീസൊക്കെ പോയിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ അത്ര അഫോർഡബിളോ കംഫർട്ടായിട്ട് തോന്നിയില്ല. അവരുടെ ബിഹേവിയർ ലൈക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും സ്കോർ വേണം, ഇത്രയും സ്കോർ വേണം, ഫണ്ടിൻ്റെ ഇഷ്യൂസ് ആയാലും ഒന്നും എനിക്ക് അത്രയും കമ്പനിയും അഫോർഡബിളായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഞാൻ ഈ ചോയ്സ് ക്യാമ്പയിൻസിൽ വന്ന് കാല് കുത്തിയ പിന്നെ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സീറോ കൺസേൺ ആയി മാറി. പ്ലസ് ഭയങ്കര ഹാപ്പി, ഒരു വല്ലാത്തൊരു ഹാപ്പി മൊമെൻ്റ് ആണ്.
പിന്നെ എൻ്റെ ഫ്രണ്ട്സിനായാലും കസിൻസിനായാലും എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് സ്റ്റോറി കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര പെട്ടെന്നാണ് നിൻ്റെ വിസ വന്നത് 6 monthsനുള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്നായെന്നൊക്കെ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സ്പീഡി രീതിയിൽ വിസ റിസീവ് ചെയ്യുന്നുള്ളത്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. അവരെല്ലാവരും കോൺടാക്റ്റും ചെയ്യുന്ന പറഞ്ഞിരുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഡൗട്ടും വേണ്ട, നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസ് ഒരു പെർഫെക്റ്റ് ആണ് എല്ലാവർക്കും. അവരുടെ ട്രെയിനിങ് ആയാലും കൗൺസിലിംഗ് ആയാലും എല്ലാം തന്നെ ഒരു നല്ല ഒരു ഫ്രണ്ട്ലി മാനർ ബിഹേവിയറിലാണ് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പ്ലസ് എത്ര ലേറ്റ് നൈറ്റിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ അവരുടെ റിപ്ലൈ വരുന്നുണ്ട്. അത് തന്നെ ഒരു എത്ര കൺസേൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിപ്ലൈ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് എൻ്റെ ലക്കിയസ്റ്റ് ഡേ ആണ്. സോ താങ്ക് യു ചോയ്സ് ചാമ്പ്യൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ന്യൂസിൻ്റെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണം. അതിനുശേഷം ന്യൂസിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, IRD എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോയ്സ് ക്യാമ്പയിൻസ് ടീമിൽ നിന്ന് എന്തെങ്കിലും പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ കിട്ടുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ല. കാരണം എനിക്ക് വിസയുടെ കൂടെ തന്നെ അവർ ഇതും ഈ ഒരു സർവീസും പ്രൊവൈഡ് ചെയ്തിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള അക്കോമഡേഷൻ, ഈ മറ്റേ ഇത് നമ്മുടെ ബാങ്കിൻ്റെ ഇത് എല്ലാം അവർ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. സോ നമുക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഫണ്ടിങ്ങിൻ്റെ കാര്യമാണ്. എങ്ങനെയായിരുന്നു ഫണ്ടിങ്ങിൻ്റെ പാർട്ട് ചോയ്സ് ക്യാമ്പയിൻസിൻ്റെ വിസ ആപ്ലിക്കേഷൻ മാനേജർ ഹാൻഡിൽ ചെയ്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഞങ്ങൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര കൺസേൺ ആയിരുന്നു ഇവിടെ വരണവരെ. ബാക്കി കുറേ ഏജൻസിയിലൊക്കെ പോയപ്പോൾ അവർ 3 yearsൻ്റെ ITR ഒക്കെ ഫയൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ചോയ്സ് ക്യാമ്പയിൻസിലോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു നോ ITR ഒന്നും വേണ്ട, നിങ്ങൾ വന്നിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഹാപ്പിനെസ് ആണ് ടിൽ എൻ്റെ വിസ കൈ കിട്ടുന്നവരെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ചേട്ടൻ എന്താ പറയുക, ITR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഈവൻ എൻ്റെ ഫാമിലി അടക്കം നോക്കുമ്പോൾ ITR അങ്ങനെ ഫയൽ ചെയ്യുന്നൊരു ഫാമിലി അല്ല. അപ്പോൾ ഈ ITR ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു പേടിച്ചിരുന്നോ? പിന്നെ പേടിച്ചാൽ മറ്റുള്ള ഏജൻസി നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അത് നമ്മുടെ ഇതില്ല, നമ്മളുള്ള ഫണ്ടില്ല, നമുക്കൊരു ചെറിയൊരു മീഡിയം സാധാരണ കുടുംബത്തിലുള്ളതാണ്. ആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച് ചെയ്യുമ്പോൾ 3 വർഷം മിനിമം വേണമെന്ന് പറഞ്ഞു. നമുക്ക് മോക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോയ്സ് ക്യാമ്പയിൻസിൽ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും ചേട്ടൻ ചെയ്യേണ്ട, നേരിട്ട് പോരെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഞങ്ങൾ പിന്നെ അങ്ങനെ ചോയ്സ് ക്യാമ്പയിൻസിൽ വീണ്ടും വന്നതായിരുന്നു. അത് അങ്ങനെ സക്സസ് ആയി. ITR ഇല്ലാണ്ട് ഓക്കെ. അപ്പോൾ ഇത് കാണുന്ന കുറേ പാരൻസിനും സ്റ്റുഡൻസിനും ഇതും ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പോൾ താങ്ക്സ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിന്. മരിയ, അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് പാരൻസിനും സ്റ്റുഡൻസിനും വരുന്ന ഒരു കൺസേൺ, ന്യൂസിന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലിയുടെ കാര്യങ്ങൾ ചോയ്സ് ക്യാമ്പയിൻസിൽ നിന്ന് അസിസ്റ്റ് ചെയ്യുമോ, മേടിച്ചു തരുമോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിഷ്യൽ കൺസൾട്ടേഷനിൽ ഉണ്ടായത്? അത് എങ്ങനെയാണ് ഇത് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്? ഓക്കെ, എൻ്റെ പ്രൈമറി കൺസൾട്ടൻറ്റ് സമയത്ത് എനിക്ക് ചോയ്സ് ചാമ്പ്യൻസ് ടീം പറഞ്ഞു തന്നിരുന്നത് തീർച്ചയായിട്ടും അവർ അസിസ്റ്റ് ചെയ്യും, അതിനുള്ള സോഴ്സും എവിടെയെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവർ അസിസ്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. സോ ഞാൻ അവർ ചോയ്സ് ചാമ്പ്യൻസിനെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. സോ ഞാൻ വെരി ഹാപ്പിയാണ്. പിന്നെ ഞാനൊരു നേഴ്സായിരുന്നല്ലോ, നഴ്സിംഗ് സ്റ്റാഫായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ഈ ഒരു ഹെൽത്ത് കെയറിൽ ഈസിയായിട്ട് വർക്ക് കിട്ടുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ ഹോപ്പ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കിട്ടുമെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് സ്റ്റാഫ് നേഴ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള പാത്വേ ആയിട്ട് എടുക്കുക. ഒരു 1-2 വർഷത്തിനുള്ളിൽ കോഴ്സ് കഴിഞ്ഞ് അതിൽ കോഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഓസ്കി കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ ഒരു ചാൻസ് കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ചേട്ടാ, ബെസ്റ്റ് വിഷസ്.